നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായപ്പോൾ തിരൂർ നിയമസഭാ മണ്ഡലത്തിൽ വി അബ്ദുറഹ്മാനെതിരെ 2 ലീഗ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംഎൽഎയുമായ കുറുക്കോളി മൊയ്തീനെതിരെ ഒരു അപരനും രംഗത്ത്. മണ്ഡലത്തിൽ 10 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഇടതുമുന്നണി സീറ്റ് നൽകാതിരുന്നതിനെ തുടർന്ന് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച പ്രമുഖ വ്യവസായി എൻ മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടിയും നാമനിർദ്ദേശ പത്രിക നൽകിയവരിലുണ്ട്. മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഡെമ്മി സ്ഥാനാർത്ഥിയായി CPM ജില്ലാ കമ്മിറ്റി അംഗവും 2021-ലും 2016-ലും തിരൂരിൽ മത്സരിക്കുകയും ചെയ്ത ഗഫൂർ പി ലില്ലീസും കുറുക്കോളി മൊയ്തീന്റെ ഡെമ്മി സ്ഥാനാർത്ഥിയായി ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ വെട്ടം ആലിക്കോയും പത്രിക നൽകിയിട്ടുണ്ട്. BJP പാലക്കാട് മേഖലാ പ്രസിഡന്റും ഒഴൂർ സ്വദേശിയുമായ കെ നാരായണൻ മാസ്റ്ററാണ് NDAയുടെ സ്ഥാനാർത്ഥി. ആം ആദ്മി പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടി, യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യ കമ്മ്യൂണിസ്റ്റ്, സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ത്യ എന്നിവയ്ക്കും തിരൂരിൽ സ്ഥാനാർത്ഥികളുണ്ട്. ആം ആദ്മി പാർട്ടിക്കായി തെക്കൻ കുറ്റൂർ സ്വദേശിയും പ്രമുഖ ഫോട്ടോഗ്രാഫറുമായ കബീർ എന്ന ഷമീർ കുറ്റൂരും, സോഷ്യലിസ്റ്റ് യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യ കമ്മ്യൂണിസ്റ്റിനു വേണ്ടി ഒതുക്കുങ്ങൽ കൊളത്തുപറമ്പ് സ്വദേശി ഡോക്ടർ S അലീനയും, സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ത്യക്കായി സിയാദ് കൂടിയത്തുമാണ് പത്രിക നൽകിയിട്ടുള്ളത്. സിയാദ് സോഷ്യലിസ്റ്റ് പാർട്ടി ജില്ലാ പ്രസിഡന്റാണ്. കന്മനം പോത്തനൂർ സ്വദേശിയായ സിയാദ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് പൊന്മുണ്ടം ഡിവിഷനിൽ മത്സരിച്ചിരുന്നു. ഡോക്ടർ S അലീന മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവും വിദ്യാർത്ഥി സംഘടനയായ AIDSO സംസ്ഥാന പ്രസിഡന്റുമാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരായ സേവ് എഡ്യൂക്കേഷൻ മൂവ്മെന്റ്, കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ സമരം, ആശാ തൊഴിലാളി സമരം, സ്ത്രീ സുരക്ഷാ പ്രസ്ഥാനം, മദ്യവിരുദ്ധ ജനകീയ സമരസമിതി എന്നിവയുടെ സംഘാടന തലത്തിൽ സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. ആം ആദ്മി പാർട്ടി സംസ്ഥാന രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ് കബീർ എന്ന ഷമീർ കുറ്റൂർ. 63-കാരനായ വളവന്നൂർ മയ്യേരിച്ചിറ സ്വദേശി വി അബ്ദുറഹ്മാൻ, 36-കാരനായ തലക്കാട് തെക്കൻ കുറ്റൂർ സ്വദേശി കളപ്പാട്ടിൽ വീട്ടിൽ കെ അബ്ദുറഹ്മാൻ എന്നിവരാണ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ അപരന്മാർ. 57-കാരനായ തിരുനാവായ കാരത്തൂർ സ്വദേശി കെ മൊയ്തീനാണ് ലീഗ് സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീന്റെ അപരനായി രംഗത്തുള്ളത്. മന്ത്രിയും സിറ്റിംഗ് MLAയും നേർക്കുനേർ മത്സരിക്കുന്ന സംസ്ഥാനത്തെ ഏക മണ്ഡലമാണ് തിരൂർ. അതിനാൽ ഇവിടുത്തെ മത്സരത്തിന് പ്രാധാന്യം ഏറെയാണ്. മുഖ്യ പാർട്ടികൾക്കൊപ്പം ചെറുകിട പാർട്ടികൾ വരെ മത്സര രംഗത്തുള്ളതിനാൽ ഇത്തവണ മത്സരം കൊഴുക്കും. മന്ത്രി വി അബ്ദുറഹ്മാനും സ്വതന്ത്രനായ മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത് 3ാം അംഗമാണ്. സംസ്ഥാന കായിക യുവജനക്ഷേമ മന്ത്രിയായ വി അബ്ദുറഹ്മാൻ നിലവിൽ താനൂർ MLA ആണ്. 2016-ലും താനൂരിൽ മത്സരിച്ച് വിജയിച്ചിരുന്നു. സിറ്റിംഗ് MLA ആയ കുറുക്കോളി മൊയ്തീൻ 2ാം തവണയാണ് മണ്ഡലത്തിൽ ജനവിധി തേടുന്നത്. NDA സ്ഥാനാർത്ഥി കെ നാരായണൻ മാസ്റ്റർ 2021-ൽ താനൂരിൽ മത്സരിച്ചിരുന്നു. മറ്റുള്ളവർക്കെല്ലാം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കന്നി അംഗമാണ്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. പത്രിക പിൻവലിക്കാൻ 26 വരെ സമയമുണ്ട്. അതിനുശേഷം മത്സര രംഗത്ത് തുടരുന്നവരുടെ അന്തിമ ചിത്രം തെളിയും. എഡിറ്റർ ലൈവ്, തിരൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.